മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 14 ശനി. കേവലം ഒരു ഡോക്ടറുടെ ശുപാർശയിലാണ് ദയാവധത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദയാവധ മാർഗനിർദ്ദേശങ്ങളുടെ പരിമിതിയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ദയാവധത്തിന് അനുമതി നൽകുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. കെട്ടിടത്തിൽ നിന്ന് വീണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് 13 വർഷമായി അബോധാവസ്ഥയിൽ ചലനമറ്റ് കിടക്കുന്ന നോയിഡയിലെ ഹരീഷ് റാണയ്ക്ക് കടുത്ത ഉപാധികളോടെ നിഷ്ക്രിയ ദയാവധം അനുവദിക്കാമെന്നാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ വിധി. ബിടെക് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷിന് കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ മകനെ അന്നു മുതൽ ചികിത്സിക്കുന്നുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗതിയുമില്ലാതെ വന്നതോടെയാണ് ദയാവധത്തിന് അനുമതി തേടി മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. ട്യൂബിലൂടെ നൽകുന്ന പോഷകവും വെള്ളവും അഥവാ CAN ആണ് ഹരീഷ് റാണയുടെ ജീവൻ നിലനിർത്തുന്നത്. ഈ ജീവൻ രക്ഷാ സംവിധാനം എടുത്തുമാറ്റി ചികിത്സ അവസാനിപ്പിച്ച് ഹരീഷിനെ അനായാസ മരണത്തിന് വിട്ടുകൊടുക്കാമെന്നാണ് പരമോന്നത നീതിപീഠത്തിന്റെ വിധി. മാതാപിതാക്കൾക്ക് പുറമെ 2 മെഡിക്കൽ സമിതികളും ഹരീഷിന് ദയാവധമാകാമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതും കോടതി പരിഗണിച്ചു. എന്നാൽ വീട്ടുചികിത്സയിൽ കഴിയുന്ന ഹരീഷിനെ ന്യൂഡൽഹി എയിംസിലേക്ക് മാറ്റണമെന്നും അവിടെ വെച്ച് ഡോക്ടർമാരുടെ കർശന നിരീക്ഷണത്തിലെ ജീവൻ രക്ഷാ സംവിധാനം എടുത്തുമാറ്റാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയാവധമെന്ന സങ്കല്പം നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുണ്ട്. പ്ലാറ്റോയും ലൂസിയസ് സനേഖയുമെല്ലാം ദയാവധത്തെക്കുറിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുമുണ്ട്. മരണം സുനിശ്ചിതമായ രോഗികളുടെ ചികിത്സ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെ പ്ലാറ്റോ വിമർശിച്ചപ്പോൾ സനേഖയുടെ പക്ഷം ജീവിതം പോലെ തന്നെ മരണവും വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കാമെന്നായിരുന്നു. രോഗിക്ക് മരണമല്ലാതെ മറ്റു മാർഗമില്ല എന്ന് വൈദ്യശാസ്ത്രവും ഡോക്ടർമാരുമെല്ലാം കൃത്യമായി വിലയിരുത്തി കഴിഞ്ഞാൽ പിന്നെ അയാളെ സുഖമരണത്തിന് വിട്ടുനൽകണമെന്നും ജീവിതത്തിൽ തളച്ചിടരുതെന്നുമാണ് ദയാവധത്തിന്റെ അടിസ്ഥാന തത്വം. എന്നാൽ ഒരാളുടെ മരണം സുനിശ്ചിതമെന്ന് വൈദ്യശാസ്ത്രത്തിന് പോലും എങ്ങനെ കൃത്യമായി നിശ്ചയിക്കാനാകുമെന്ന മറുചോദ്യവും ഒപ്പം ഉയർന്നു കേൾക്കാറുണ്ട്. ദയാവധത്തിന്റെ ധാർമ്മികവും മതപരവുമായ മാനങ്ങളും കാലങ്ങളായി സമൂഹത്തിൽ ചർച്ച ചെയ്യാറുണ്ട്. ഈ ചർച്ചകൾക്കിടയിൽ തന്നെയാണ് 1915 ലോകത്ത് ആദ്യത്തെ ദയാവധം നടന്നത്. US-ലെ ഒരു ആശുപത്രിയിൽ ജനിതക വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമായിരിക്കുമെന്ന് സ്വയം തീരുമാനിച്ച ഹാരി ഹൈഡൻസൺ എന്ന പിശകുരനാണ് അന്ന് ദയാവധം നടപ്പിലാക്കിയത്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സകൾ അനാവശ്യമെന്ന് വിധിയെഴുതി അയാൾ കുഞ്ഞിന് മരണത്തിന് വിട്ടത് വലിയ വിവാദങ്ങൾ ഉയർത്തി. US-ൽ ദയാവധം നിയമപരമാക്കണമെന്ന ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. 100 വർഷങ്ങൾക്കിപ്പുറം ലോകത്ത് പല രാജ്യങ്ങളിലും ദയാവധം ഇന്ന് നിയമപരമാണ്. 2 തരം ദയാവധങ്ങളുണ്ട്. രോഗിക്ക് മരുന്നും മറ്റും കുത്തിവെച്ച് മരണം വിധിക്കുന്ന സക്രിയ ദയാവധവും അഥവാ ആക്റ്റീവ് യുത്തനേഷ്യ. ഹരീഷ് റാണയെ പോലുള്ള ആളുകളിൽ പരീക്ഷിക്കപ്പെടുന്നത് പോലെ ചികിത്സ ഒഴിവാക്കിയുള്ള നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് യുത്തനേഷ്യ. നമ്മുടെ രാജ്യത്ത് 2 ദയാവധവും നിയമപരമല്ല. എന്നാൽ നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി തേടി പലരും രാജ്യത്തെ കോടതികളെ മുമ്പും സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അനുകൂല വിധി നീതിപീഠങ്ങളൊന്നും ഉണ്ടായില്ല. ദയാവധം സംബന്ധിച്ച് കൃത്യമായൊരു നിയമമില്ല എന്നതായിരുന്നു അതിന്റെ പൊതു കാരണം. പക്ഷെ ഓരോ തവണ കോടതികളിൽ വിഷയം ചർച്ചയാകുമ്പോഴും നിയമനിർമ്മാണത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. 1973 ആശുപത്രിയിൽ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി 4 പതിറ്റാണ്ട് കാലത്തോളം അബോധാവസ്ഥയിൽ കഴിഞ്ഞ മുംബൈക്കാരി നഴ്സ് അരുണ ഷാൻബേഗിനെ ഓർക്കാത്തവരുണ്ടാവില്ല. അരുണയ്ക്ക് നിഷ്ക്രിയ ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുഹൃത്ത് 2009 സുപ്രീം കോടതിയെ സമീപിച്ചു. കേസ് പരിഗണിച്ച കോടതി 2011 ആവശ്യം തള്ളി. എന്നാൽ ഹൈക്കോടതികളുടെ അനുമതിക്ക് വിധേയമായി ദയാവധം നടത്തുന്നതിനായി മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് അന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. 2018 മറ്റൊരു കേസിലും സുപ്രീം കോടതി ഇതേ അഭിപ്രായം ആവർത്തിക്കുകയും വിഷയത്തിൽ നിയമനിർമ്മാണത്തിന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. 7 വർഷത്തിനിപ്പുറവും ഇക്കാര്യത്തിൽ ഒരു നിയമവും വ്യവസ്ഥയുമില്ല എന്നത് വേറെ കാര്യം. അതേസമയം 2023 സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വർഷം കേന്ദ്ര സർക്കാർ നിഷ്ക്രിയ ദയാവധത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി. ഇതുപ്രകാരം രോഗിക്ക് മരണമല്ലാതെ മറ്റു വഴിയില്ല എന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അതിനുശേഷം ഇതേ ഡോക്ടറും മറ്റ് 2 വിദഗ്ധരുമടങ്ങുന്ന പ്രാഥമിക സമിതി ദയാവധത്തിന് അംഗീകാരം നൽകണം. തുടർന്ന് കുടുംബത്തിന്റെ അനുമതി വാങ്ങണം. അതിനുശേഷം ചീഫ് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിദഗ്ധ സമിതിയുടെ കൂടി അംഗീകാരം വാങ്ങണം. 48 മണിക്കൂറിനുള്ളിൽ ഈ സമിതി ഒരു തീരുമാനത്തിലെത്തി അക്കാര്യം ജില്ലാ മജിസ്ട്രേറ്റിനെ അറിയിക്കണം. ഹരീഷ് റാണയുടെ കുടുംബം ഈ മാർഗനിർദ്ദേശങ്ങൾ അത്രയും പാലിച്ച ശേഷമാണ് സുപ്രീം കോടതിയെ സമീപിച്ചതും അനുകൂല വിധി സമ്പാദിച്ചതും. ഹരീഷ് റാണയുടെ കാര്യത്തിൽ വൈദ്യശാസ്ത്രത്തിന്റെ ഭൗതിക മാനദണ്ഡങ്ങൾ പ്രകാരം അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ മറ്റു മാർഗങ്ങളില്ലായിരുന്നുവെന്ന അനുമാനം ശരിയായിരിക്കാം. എന്നാൽ ദയാവധത്തിന് അനുമതി തേടി കോടതിയിലെത്തുന്ന എല്ലാ ബന്ധുക്കളുടെയും മാനസികാവസ്ഥയും ഉദ്ദേശവും ഹരീഷിന്റെ രക്ഷിതാക്കളുടേതാകണമെന്നില്ല. ഇവിടെയാണ് ദയാവധത്തിലെ വൈദ്യശാസ്ത്ര നൈതികതയുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാന ചോദ്യം ഉയരുന്നത്. കേവലം ഒരു ഡോക്ടറുടെ ശുപാർശയിലാണ് ദയാവധത്തിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദയാവധ മാർഗനിർദ്ദേശങ്ങളുടെ പരിമിതി. വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നൈതികത ഈ ഭിഷഗ്വരൻ കൈവിട്ടാൽ പിന്നെ അത് വലിയ അപകടത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇവിടെയാണ് പലപ്പോഴായി സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച നിയമനിർമ്മാണത്തിന്റെ പ്രസക്തി. ഹരീഷ് റാണയ്ക്ക് ദയാവധം അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ സമാനമായ ആവശ്യവുമായി കോടതികളിൽ കൂടുതൽ ഹർജികൾ എത്തുമെന്ന് ഉറപ്പാണ്. മരണം സുനിശ്ചിതമായവർ എന്ന് വിധിയെഴുതപ്പെട്ടവർക്ക് മരണം മാത്രമാണോ വഴിയെന്നതും ആലോചിക്കേണ്ടതാണ്. പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ കൂടുതൽ ശാസ്ത്രീയവും വിപുലവുമാക്കുന്നത് വഴി മരണമുറപ്പിച്ച രോഗികളെ ചേർത്ത് നിർത്താനാവും. അതിനാൽ
ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള അടിയന്തരമായ ദയാവധം സംബന്ധിച്ച കുറ്റമറ്റതും സമഗ്രവുമായ നിയമനിർമ്മാണം അനിവാര്യമാണ്. അപ്പോഴും ജീവനെടുക്കാൻ ആർക്കാണ് അധികാരം എന്ന ചോദ്യം ബാക്കിയാകും. മാധ്യമം പോഡ്കാസ്റ്റ്.